പറഞ്ഞാ മനസ്സിലാവുന്ന വെച്ചാൽ പിന്നെ ഞാൻ എന്ത് പറയാ മയിൽ നീ എന്തെന്ത് വിചാരിക്കാൻ ഒരു പുണ്യോ ഇല്ല എന്ത് മയിലെങ്കിലും വിചാരിക്കും ഉറപ്പാ 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 അതാണ് ഒരു പ്രശ്നമില്ല. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം തൊപ്പിയുടെ ഒരു ബ്രേക്കപ്പിന്റെ കാര്യമാണ്. തൊപ്പിയുടെ കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. തൊപ്പിയുടെ ലൈവിൽ വന്നൊരു കുട്ടി പ്രപ്പോസ് ചെയ്യുന്നു, പിന്നെ ആ കുട്ടിയായിട്ട് റിലേഷൻ ആവുന്നു. ഫസി എന്നാണ് പേര്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അവരുടെ കുറെ കോപ്രായങ്ങളെല്ലാം സഹിക്കുന്ന പാവം നമ്മൾ. തൊപ്പിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. തൊപ്പിയുടെ ഓരോ ലീലാവിലാസങ്ങളും നമ്മൾ സ്ഥിരം യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈവിൽ വന്നിട്ട് ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യുന്നു, ആ കുട്ടിയെ പിന്നീട് ആ കുട്ടിയായിട്ട് റിലേഷൻ ആവുന്നു. ഫസി എന്നാണ് പേര്. പിന്നെ അവരുടെ കോപ്രായങ്ങൾ കണ്ട് സഹിച്ച് പാവം നമ്മൾ. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച്. അപ്പം അതിൽ ഒമേഗിൾ എന്ന് പറഞ്ഞൊരു ആപ്പിലൂടെ ലൈവ് ചെയ്തു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് തൻ്റെ കാമുകിയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി. കാമുകി അങ്ങനെ ലൈവ് ചെയ്തുകൊണ്ട് വേറൊരു പയ്യൻ വന്നിട്ട് ഓപ്പോസിറ്റ് വീഡിയോ കോളിൽ കുറച്ച് ഗോഷ്ടി കാണിച്ചു. പിന്നീട് തൊപ്പിയുടെ ഡ്രസ്സ് എന്തോ കീറിയതാണോ മനഃപൂർവ്വം കീറിയതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ, അതെടുത്ത് കാണിച്ചു. ഓപ്പോസിറ്റ് അവൻ്റെ ശരീരഭാഗങ്ങളെല്ലാം എടുത്ത് കാണിച്ചു. അങ്ങനെ വലിയ വിഷയമൊക്കെ ആയി. ആ ലൈവ് ഭയങ്കര വൈറലൊക്കെ ആയതായിരുന്നു. അതിനുശേഷം എല്ലാവരും പറഞ്ഞു ഇവൾ ഫസി തേക്കും എന്നെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് പറയുന്നത്, അവർ ബ്രേക്കപ്പ് ആയി എന്ന്. എന്തിനാണ് ഈ റിലേഷനൊക്കെ, ഈ ലൈവിൽ വന്ന് പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ എന്തിനാണ് സമ്മതിക്കാൻ പോകുന്നത്? എന്തായാലും സിംഗിളായിട്ട് ജീവിക്കൂ, കുറച്ച് നാൾ സിംഗിളായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് ഇരിക്കൂ, സമാധാനത്തോടെ ഇരിക്കൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ ആരോ വന്നിട്ട് ഇപ്പോൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ലൈവിൽ. തൊപ്പി അതിൽ വീഴുവോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. പേരെന്താ? നമ്പർ കിട്ടിയ എന്താ പേരെന്താ? എന്ത് ഹിബയാ? ഹിബ എന്ത് ചെയ്യുന്നത്? ഹിബ ഇപ്പൊ തൊപ്പീനായിട്ട് ചാറ്റ് ചെയ്യും. അപ്പൊ കുട്ടിയുടെ പേര് ഹിബയെന്നാണ്. ഒരു സുന്ദരി കുട്ടിയാണ്. അതിന്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. 20 വയസ്സാണ്. ഇനി ആ ഫോട്ടോയുടെ ക്യാപ്ഷൻ എന്താന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കുട്ടി എങ്ങനെയുണ്ട്? ഇവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നീ ഉള്ള നേരം ഫസിയുടെ പിന്നാലെ പോയി. എത്രയോ കുട്ടികളുണ്ട് ഇവിടെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്, അതൊക്കെ മിസ്സായില്ലേ? അതാണ് ഫോട്ടോയുടെ ക്യാപ്ഷൻ. ഇതാണ് ഹിബ. ഇനി ഇത് എത്ര നാള് ഉണ്ടാവും എന്ന് നമുക്കറിയത്തില്ല. ഹലോ, ഇല്ല സീറൊന്നുമില്ല. നീ എന്റെ ലൈവില് കാണലുണ്ടോ? അപ്പൊ എന്നെ കുറിച്ച് എല്ലാം അറിയോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇത് പക്കാ ഉടായിപ്പാട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നുകിൽ രണ്ടുപേരും ചേർന്ന് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക, അല്ലെങ്കിൽ ഒരാളെ തേക്കുക. ഇതിൽ രണ്ടിലേതോ ഒരു സംഭവമാണ്. ഇതിൽ ആരാണ് പറ്റിക്കപ്പെടുന്നതെന്ന് നമുക്ക് തന്നെ കാത്തിരുന്ന് കാണാം. ഇതിൽ പിന്നെ നമ്മുടെ തൊപ്പി പറയുന്നുണ്ട് വീഡിയോ കോളി വാ, അതുപോലെ ഇൻസ്റ്റഗ്രാം ID ചോദിക്കുന്നു. ഇതിലൊന്നും അവള് നിന്ന് കൊടുക്കുന്നില്ല. അപ്പം തന്നെ അവള് തേക്കുക എന്ന് മനസ്സിലായി. ലൈവിൽ വന്ന് തേക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. ഇതിന് ശേഷം ഫസി വിളിക്കുന്നുണ്ട് ലൈവിലേക്ക്. അതാണ് ഇതിനേക്കാളെല്ലാം രസം. ഇവർ തങ്ങളിൽ പിന്നെ ഭയങ്കര അടിയാവുന്നു, ബഹളം, ആകെ അലുകുലുത്ത്, മൊത്തം
ജാഗ പോകയാ. ഞാൻ ഓൾറെഡി കമ്മിറ്റഡ് അല്ലേ, അപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീഡിയോ കോൾ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് അവള് പറയുന്നത് ഞാൻ നേരിട്ട് വരാം, നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അത് ഫേക്ക് ആയിട്ടുള്ള ഒരാളുടെ ലക്ഷണമാണ് ലൈവ് വരാൻ പേടിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്നുകിൽ ഇതൊരു രസത്തിന് വേണ്ടി ചെയ്തതാണ്, പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ഇവര് രണ്ടുപേരുടെ ചേർന്നുള്ള ഒരു സംഭവമാണ്. ഇത് രണ്ടിലേതോ ഒന്നാണ്. എന്നുവെച്ചാൽ ലൈവിൽ വരാൻ മടിക്കുന്നു എങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്. ഈ വിളിച്ച ആളിന്റെ സംസാരം കേട്ടിട്ട് മിക്കവാറും തൊപ്പിയെ വളച്ചോടിച്ച് കുപ്പിയിലാക്കും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തൊപ്പിക്ക് ഒരു കാമുകി നിലനിൽക്കെ ഇതും കൂടെ ആകുമ്പോൾ രണ്ടുപേര്, അതായത് ബഷീർക്ക് ഇനി പഠിക്കുവാണോ തൊപ്പി എന്നൊരു ഡൗട്ട് ഉണ്ട്. മോനെ മനസ്സിൽ 3-4 കെട്ടണമെന്നൊക്കെയാണ് കൊച്ചു കള്ളൻ. ഈ തൊപ്പിയെ കൊണ്ട് തോറ്റ് തൊപ്പിയുടെ കാര്യം. എന്തായാലും അതൊന്നും കാണേണ്ട ഗതികേട് വരുത്തല്ലേ ഭഗവാനേ. തൊപ്പി അത് മാത്രമല്ല, ലൈവിൽ കോള് വന്നപ്പോഴത്തേക്ക് എത്രയാ വയസ്സെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 20 എന്നൊക്കെ പറയുമ്പോ ആ രോമാഞ്ചം കാണണം. പൊന്നോ പക്ഷെ അപ്പൊ നീ പറഞ്ഞത് ഞാൻ 2 മകൾ കഴിക്കണോ? മോളെ ഞാൻ കമ്മിറ്റഡ് അല്ലേ, അപ്പൊ ഞാനെങ്ങനെയാണ് ഇത് അക്കൊന്നും ഇസ്ലാമിൽ 2 മകൾ അല്ലാതെ തോന്നലേ? ഫസിയ ഉറപ്പായിട്ടും മംഗലം ചെയ്യുവോ, മംഗലം കഴിക്കുവോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പൊ പറയാണ്, മക്കളെ നീ സമാധാനപ്പെട്, വിളിക്കുന്ന ആരെയും മിസ്സാക്കുന്നില്ലെന്നുള്ളതാണ്. അയ്യോ എന്തൊരു കഷ്ടമാ. മുസ്ലിം സമുദായത്തിൽ 4 കല്യാണം കഴിക്കാനുള്ള ഇതുണ്ട്, വകുപ്പുണ്ട്. അതുകൊണ്ട് ഇതും ആലോചിക്കാന്നുള്ള രീതിയിലൊക്കെ വളരെ രസകരമായിട്ട് ആ ലൈവ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ കാണുന്നവരെ അവിടെ പിടിച്ച് നിർത്തണം, ഇക്കിളിപ്പെടുത്തി നിർത്തണം. അതാണ് അവിടെ തൊപ്പി ഉദ്ദേശിക്കുന്ന ബിസിനസ് മൈൻഡാണ് തൊപ്പിയുടെ. എന്തായാലും പുള്ളിക്കാരി വിളിച്ച് പുള്ളിക്കാരിയുടെ ഒപ്പീനിയൻ പറഞ്ഞ് അങ്ങ് ഫോൺ വെച്ചു. പുള്ളിക്കാരി പക്ക ഉടായ്പെന്നാണ് തോന്നുന്നത്. ഇൻസ്റ്റാ ID ഒന്നും കൊടുക്കുന്നില്ല. പുള്ളിക്കാരിക്കൊരു രസം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫോൺ കോൾ വരുവാണ്.
ഫസി വിളിക്കുകയാണ്, അത് നമുക്കൊന്ന് കേൾക്കാം. ഒരു പ്രേമം കലങ്ങി കിട്ടിയപ്പോ എന്തൊരു ആശ്വാസം, എന്തൊരു സന്തോഷം. പിണങ്ങിയൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ ആക്ടിങ്. ഇവര് പ്രപ്പോസ് ചെയ്തത് ലൈവിലായിരുന്നു, ഇവര് പ്രേമിച്ച് നടന്നത് ലൈവിലായിരുന്നു, ഇനി ബ്രേക്കപ്പും ലൈവിലായിരിക്കും. മൊത്തം ഈ യൂട്യൂബേഴ്സിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സൈഡില് സഞ്ജു ടെക്കിയുടെ കുറേ വിഷയങ്ങള്, ബ്രേക്കപ്പ്, പ്രണയം, പ്രപ്പോസ് ഒന്നും പറയണ്ട. അടുത്ത ഇപ്പുറത്തെ സൈഡിൽ തൊപ്പിയുടെ മൊത്തം കോമഡി തന്നെ, കോമഡി. എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ അല്ലേ തൊപ്പിയെ വളർത്തി ഇത്രയും വലുതാക്കി, ഇനി നിങ്ങൾ തന്നെ സഹിച്ചു. എന്തൊക്കെ അസഭ്യങ്ങളാ ദൈവമേ ആ ലൈവിൽ വന്ന് പറയുന്നത്, സഹിക്കാൻ പറ്റൂല. നിങ്ങളൊക്കെ തന്നെ അങ്ങ് സഹിച്ചോ. ഓക്കെ ബൈ, താങ്ക് യു.